ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 കറി റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. ഈ 2 കറികളും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പീസാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി പരിപ്പ് വെച്ചാന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 1.5 കപ്പ് 250 ml കപ്പിൽ 1.5 കപ്പ് പരിപ്പ് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം. ഈ പരിപ്പിൻ്റെ കൂടെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും 2 ചെറുമാതിരി തക്കാളി ചെറുതായി അരിഞ്ഞതും ഒരു 4 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പയറ്, പരിപ്പ്, കടല അതുപോലത്തെ കറികളിലെല്ലാം വെളുത്തുള്ളി കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഗ്യാസ്ട്രിക് പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ ഞാനിവിടെ ഒരു 12 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇത് 5 വിസിലാകുമ്പോഴത്തേക്ക് പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി പരിപ്പിൻ്റെ കൂടെ ഒരു അടിപൊളി ഐറ്റം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ ഇതാ മുരിങ്ങാക്കോലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കുക. മുരിങ്ങാക്കോല് പെട്ടെന്ന് വേകുന്നതുകൊണ്ടാണ് കേട്ടോ വിസിലിന് വേണ്ടിയിട്ട് വെക്കാത്തത്. നമുക്ക് പരിപ്പിൻ്റെ കൂടെ ഈ സമയം ഇട്ടാൽ ഇത് പരിപ്പ് തിളക്കുന്ന സമയത്ത് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ പരിപ്പും മുരിങ്ങാക്കോലും വെന്ത് വന്നത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പ് പരിപ്പും മുരിങ്ങാക്കോലും വെന്ത് വന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിൻ്റെ തിക്നെസ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. നമുക്ക് ഓവർ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ചാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. ഇത് 1.5 കപ്പോളം ഗ്രീൻ പീസ് ഉണ്ട്. തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതാണ്. ഇതൊരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും 1 തക്കാളി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 4 പച്ചമുളക്, ഇത് സ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ച് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് 5 വിസിലാകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, അതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം, 2 ഷാലറ്റ്സ് അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് സവാള, ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ അരപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് നമുക്കിത് കാച്ചിയെടുക്കാം. ഇത് കാച്ചിയെടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പം 1 ടീസ്പൂൺ കടുകും കുറഞ്ഞ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് തിളച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മല്ലിയിലയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. രണ്ടും നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ല കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ പുതിയ റെസിപ്പീസും വ്ളോഗ്സുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ.